മനോഹരമായ വീടുകളെ അവർ സ്വപ്നം കാണും. യുഹിബ്ബൂന ദുനിയ വയൻസൗനൽ ആഖിറ, ദുനിയാവിനെ ഇഷ്ടപ്പെടും, ആഖിറത്തിനെ മറന്നുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ദർഗയിലൊക്കെ പോകുമ്പോ ദുനിയാവ് ചോദിക്കുക, കുട്ടിക്ക് രോഗം മാറണേ, നല്ലൊരു ജോലി കിട്ടണേ, കടബാധ്യത തീരണേ, ഒക്കെ ദുനിയാവിലെ ചോദ്യമാണ് തങ്ങന്മാരും. ആ ദർഗന്റെ അടുത്ത് പോയി നിന്നിട്ട് പറയണെന്ത്, കുട്ടികളെ കൊണ്ടാ അപ്പാപ്പ ഇംഗ്ലാവ് വിളിക്കണം, ഞാൻ തരണം ഉപ്പാപ്പ, അത്ര നേരമായി ഇവിടെ നിൽക്കണം ഉപ്പാപ്പ. ഈ കൗമ ആരാധിക്കുന്നത് ആരെയാ? ഈ കൗമ റബ്ബിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റബ്ബിനെ ആരാധിക്കുന്നില്ല. റബ്ബിന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം. ആ ഹദീസിന്റെ അവസാന ഭാഗം എന്താ അറിയോ? സൃഷ്ടികളെ ഇഷ്ടപ്പെടും, സൃഷ്ടാവിനെ മറക്കുന്നതാണ് ആ ഹദീസിന്റെ അവസാന ഭാഗം. സൃഷ്ടികളെ ഇഷ്ടപ്പെടും, സൃഷ്ടാവിനെ മറക്കും. എന്തൊരു വലിയ പ്രവചനമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ. സൃഷ്ടികൾക്ക് വേണ്ടി ഓടി നടന്ന് പ്രചരിപ്പിക്കുക, തങ്ങളെ കൈമുട്ടുക, തങ്ങന്മാരെ വളർത്തുക, തങ്ങന്മാർക്ക് വേണ്ടി ഫോൺ വിളിക്കുക. ആ അമീർ ഒതുക്കുന്നതിനൊക്കെ വിളിക്കുന്ന പെണ്ണുങ്ങളാണ്. തങ്ങളെ മുത്തുമാണിക്കാണ് അത്രേ. ആരെ? മറ്റേ ചെങ്ങായിണ്ടല്ലോ, ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത ആളുകളെ ചൂഷണം ചെയ്യും. അത് കൊടുക്കാൻ ആളുണ്ട് എന്നല്ലേ മനുഷ്യൻ. ഞാൻ ഈ തലച്ചോറ് പെരിച്ചായി തിന്നെന്ന് എന്റെ പബ്ലിക് പ്രസംഗത്തിൽ വെറുതെ പറയല്ല. ഈ അടുത്ത കാലത്ത് പെരിച്ചായി തിന്ന മാത്രമല്ല, പട്ടിക്കാട്ട് അവിടെ നിറച്ചു വെക്കുകയും കൂടി ചെയ്യുന്നുണ്ടോ എന്ന് സംശയം. ഈ ഉമ്മത്തിന്റെ തലച്ചോറിൽ എന്ത് തൊണ്ട തൊടാതെ വിഴുങ്ങാനും സന്നദ്ധതയുള്ള ആളുകൾ, എന്തും യാതൊരു ചിന്തയില്ലാത്ത കൗം. ഏറ്റവും അത്ഭുതം എന്താണ്? റസൂലുള്ളാഹിക്ക് 6 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. 6 കുട്ടികൾ മരിച്ചിട്ട് നബി അവസാനം ഇബ്രാഹിം മരിക്കുമ്പോ, മോനെ ഇബ്രാഹിം, നിന്റെ മരണം എനിക്ക് അഗാധമായ വേദന ഉണ്ടാക്കുന്നുണ്ട് മോനെ, എങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊന്നും ഞാൻ പറയില്ല. സിയമ്മയുടെ ഒരു മരിച്ച കുട്ടികളെ ഇഷ്ടം പോലെ ജീവിപ്പിച്ച കഥ അവിടെ പറയുന്നത്. 6 മക്കൾ മരിച്ചിട്ട് അതിന്റെ പേരിൽ മാത്രം ശത്രുക്കളെ നബീനെ വിളിച്ചത് എന്തായിരുന്നു? വാലറ്റവൻ, വാലറ്റവൻ, തലമുറ നിലനിൽക്കാത്തവൻ, ശപിക്കപ്പെട്ടവൻ. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ലോകത്ത് അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബിയാകുന്ന തങ്ങൾക്ക് 6 മക്കൾ മരിച്ചിട്ട് വാലറ്റവൻ എന്ന വിമർശനത്തിനെതിരായി ഒരു കുട്ടിനെ ജീവിപ്പിച്ച് കാണിച്ച് ശത്രുക്കൾക്ക് മറുപടി കൊടുക്കായിരുന്നു. അല്ല, 10 കൊല്ലം ജുമാസ്കരിക്കാത്ത, പർദ്ദസ്കരിക്കാത്ത ചിക്കടി മീത്തൽ അബൂബക്കർ മരിച്ചോലെ ജീവിപ്പിച്ചു എന്ന് പറയാൻ വലിയമാർക്ക് ഇത്ര നീളാ. വലിയമാരെ നാവിന്റെ നീട്ട് നടന്നാൽ അമേരിക്കയിൽ ഇന്ന് കേരളത്തിന്റെ ബോർഡറിലെത്തും. അങ്ങനെ ഒരു നാവാ അങ്ങോട്ട് തോന്നിയാസം പറയാൻ വേണ്ടി, തിന്നാനും തോന്നിയാസം പറയാം. ഞാൻ വളരെ ഗൗരവമായി തന്നെ നിങ്ങളോട് പറയണം സഹോദരങ്ങളെ, ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് വിചാരണ ചെയ്യപ്പെടും. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ എന്തൊക്കെ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. പലസ്തീനിലെ ജനതയെ നോക്ക് നിങ്ങൾ. എന്ന് 3 വയസ്സുള്ള കുട്ടി പറയുന്ന വാക്ക്, ഒരു 3 വയസ്സുള്ള കുട്ടി നിങ്ങളൊക്കെ കണ്ടതാ. ഞാൻ എന്റെ മകൻ പറയല്ലോ, ഇന്നും സോഷ്യൽ മീഡിയ കണ്ടു. ആ കുട്ടി പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ടെലിഫോൺ വയർ കട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇലക്ട്രിക് വയറുകൾ കട്ട് ചെയ്യാം, ഞങ്ങളുമായുള്ള ലോകത്തിലെ കമ്മ്യൂണിക്കേഷൻ മുഴുവനും നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനോടുള്ള ഹൃദയബന്ധത്തെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമേ അല്ല. ആ റബ്ബിലാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ 3 വയസ്സിന്റെ കുട്ടിയുടെ വിവരമുണ്ടോ? 30 വയസ്സുള്ള സഖാഫിക്ക് ചിന്തിക്കും. കുടുംബത്തിലൊക്കെ ഒരുപാട് ഖുറാഫികളുണ്ടാവും. ഓരോട് പറഞ്ഞു കൊടുക്കി, ഈ പ്രസംഗം ഒരു കിട്ടുകൊടുക്കി, ഒരു ചൊറിയാണ് എന്നോടേ ചൊറിയും. ഒരുപാട് കൊല്ലം കേട്ട് തയ്പ്പിച്ച ഒരാളാണ്. പക്ഷെ മനുഷ്യന് ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, പ്രതിസന്ധിയുടെ നങ്കൂര വിട്ട ഘട്ടം. 86 വയസ്സ് വരെ കുട്ടിയില്ല. ഏത് ദർഗയിലാ പോയത് കുട്ടിക്ക് വേണ്ടിയിട്ട്? ഏത് ദർഗയിലെ ശൈഖിന്റെ മുമ്പിലാണ് ഇബ്രാഹിം നബി നേർച്ചേർന്ന്? സക്കരിയ നബി അല്ലാഹുവിനോട് പറയുന്നത് അറിയോ? പടച്ചോനെ വലം മക്കും ബിദുആഇക റബ്ബി ശഖിയ. എടുത്തു നോക്ക് സൂറത്ത് മറിയമിന്റെ തുടക്കം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം. അവിടെ എന്താ പറയുന്നത്? അല്ലാഹുവേ, എന്റെ തലമുടി നിരബാധിച്ചു. നോക്കണം, എന്റെ തലമുടി നിരബാധിച്ച് കത്തി, എന്റെ എല്ലുകൾ ദുർബലമാണ്, ഇനി സെമിനൽ വെസിക്കിളിൽ നിന്നൊരു ഇന്ദ്രിയം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്. ഭൗതിക ശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ, ഭൗതികമായി നോക്കുമ്പോൾ എന്റെ ഭാര്യ വന്ധ്യയാണ്. പക്ഷെ വലമ്മക്കും നിന്നോട് ദുആ ചെയ്യുന്നതിൽ ഞാൻ നിരാശനല്ല. എനിക്കൊരു കുട്ടിനെ തരണമെന്ന് നിന്നോട് പറയുമ്പോഴും ബാപ്പയും ഉമ്മയും ഇല്ലാതെ ആദം നബിയെ സൃഷ്ടിച്ച നാഥ, നിന്നോടാണ് ഞാൻ ഒരു കുട്ടിനെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത് മുസ്ലിം മന്ത്രി കഴിയോ? തങ്ങന്മാരെ കറാമത്ത് പൊലിപ്പിച്ചിട്ട് ഓരോട് ചോദിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ 37-ാമത്തെ വചനം. പടച്ചോനെ സ്വാലിഹായ സന്താനത്തെ തരണേ.